بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഒറിജിനലായ ഏത് സാധനത്തിനും ഒരു ഡ്യൂപ്ലിക്കേറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. സർക്കാർ അംഗീകൃത നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളും സമാന്തരമായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തിനേറെ ടൗണുകളിൽ കള്ള ടാക്സി ഓടുന്നവരെയും കാണപ്പെടാറുണ്ട്. എന്നാൽ ഈമാനിന് ഒരു കപടമായ ഭാവമുണ്ട്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. കപടവിശ്വാസം നിഫാഖ് എന്ന് പറയാം, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. മുഅ്മിൻ എന്നതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് മുനാഫിഖ് എന്നത്. പരിശുദ്ധ ഖുർആൻ ഒരുപാട് വിമർശിച്ച് സംസാരിച്ചിട്ടുള്ള വാചാലമായിട്ടുള്ള ഒരു വിഭാഗമാണ് മുനാഫിഖ്, കള്ളവിശ്വാസി, കപടവിശ്വാസി എന്ന വിഭാഗം. കപടവിശ്വാസിയുടെ പ്രത്യേകത അവന്റെ ഹൃദയത്തിൽ ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ഇല്ല. ഹൃദയത്തിലില്ല, നാവിലുണ്ടാവും. അവൻ പറയായിരിക്കും. ഫറോവ ചക്രവർത്തി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവസാനം അയാളെ പിടിച്ച് ചെങ്കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ച് കൊണ്ടുപോകുമ്പോൾ ഫറോവ പോലും പറഞ്ഞത് ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കിട്ടില്ല, പക്ഷെ അതിന്റെ ഏതാണ്ട് ചുറ്റുവട്ടത്തേക്ക് വരാനൊന്ന് ശ്രമിച്ചു. സയ്യിദനാ ജിബ്രീൽ അലൈഹിസ്സലാം ഫിർഔനെ വെള്ളത്തിന്റെ അടിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി. അവനത് പറയാൻ സമ്മതിച്ചില്ല എന്നാണ്. അവന്റെ വായിൽ ചെളി പുരട്ടി കൊടുത്തു, കുത്തി നിറച്ചു കൊടുത്തു. അവന്റെ ബോഡി പിന്നീട് കിട്ടിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവന്റെ വായിൽ കുത്തി നിറച്ച ആ ചെളി അടക്കമാണ് കിട്ടിയിട്ടുള്ളത്. ഒരിക്കലും നാവ് ചലിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചെളി ഉരുട്ടി വെച്ചു എന്നാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഫറോവ പോലും അവസാനം പറയാൻ ശ്രമിച്ചത് ആമൻതു, ഞാൻ വിശ്വസിക്കുന്നു, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ, ഈ ഇസ്രായേലിലൊക്കെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആ ഏകനായ തമ്പുരാനെ വിശ്വസിക്കാൻ ഞാനും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് അവന്റെ നാവെത്തുന്നതിന് മുമ്പ് സയ്യിദനാ ജിബ്രീൽ അലൈഹിസ്സലാം അവനെ ആഴക്കടലിലേക്ക് കൊണ്ടുപോയി എന്നാണ്. അപ്പൊ ഒരു സാഹചര്യത്തെ ഭയന്നുകൊണ്ട് മുസ്ലിം ആവാം, ഒരു സാഹചര്യത്തെ ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താവാ. ഇതിന് കപടവിശ്വാസം എന്നാ പറയാം. കപടവിശ്വാസിയുടെ ഹൃദയത്തിൽ ഒരിക്കലും ഇല്ലാത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഹൃദയത്തിൽ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കപടവിശ്വാസത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞാൽ അൽ ബഖറയുടെ ആദ്യത്തെ 20 ആയത്തെടുത്താൽ, അൽ ബഖറയുടെ ആദ്യത്തെ 20 ആയത്തെടുത്തു കഴിഞ്ഞാൽ അതിൽ ഈമാൻ പറയാൻ 5 ആയത്താണ്. ആദ്യത്തെ 5 ആയത്ത് ഈമാൻ പറയാൻ, ഈമാനിനെ കുറിച്ച് പറഞ്ഞു. 20 ആയത്തിൽ ആദ്യത്തെ 5 ആയത്ത് ഈമാനിനെ കുറിച്ച് പറഞ്ഞു. ഈമാൻ പറഞ്ഞ ശേഷം കുഫറിനെ കുറിച്ച് പറഞ്ഞത് 2 ആയത്താണ്. ആദ്യത്തെ 20 ആയത്ത് അൽ ബഖറ. ആ 20 ആയത്തിൽ ആദ്യത്തെ 5 ആയത്ത് ഈമാനിനെ കുറിച്ച് പറഞ്ഞു. ശേഷമുള്ള 6, 7 ആയത്തുകൾ കുഫറിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അവിടുന്ന് 13 ആയത്തുകൾ കപടവിശ്വാസത്തെ കുറിച്ചാണ് പറഞ്ഞത്. അത്രയും പറയാനുണ്ട് കപടവിശ്വാസം. അത്രയും റബ്ബ് വിമർശിച്ചിട്ടുണ്ട് കപടവിശ്വാസിയെ. അൽ ബഖറയുടെ ആദ്യത്തെ 20 ആയത്ത് നമുക്കൊന്ന് നോക്കിയാൽ, ഞാൻ അത് വിശദീകരിക്കുന്നില്ല, സമയമില്ല, എന്നാലും അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് മുഫ്ലിഹൂൻ ഹുമുൽ മുഫ്ലിഹൂൻ വരെ ആദ്യത്തെ അഞ്ചായത്ത് ഈമാനിനെ കുറിച്ച് പറഞ്ഞത്. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആദ്യത്തെ അഞ്ചായത്ത് ഈമാൻ. പിന്നെ രണ്ടായത്ത് പറഞ്ഞു ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലൗ തുൻദിറുഹും ലാ യുഅ്മിനൂൻ. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗശാവ വലഹും അദാബുൻ അദീം. ആ രണ്ടായത്ത് കുഫറിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാണ് വമിനൻ നാസി മൻ യഖൂൽ. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ. ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു പറയുന്നു വമാഹും ബിമുഅ്മിനീൻ. അവർ മുഅ്മിനീങ്ങളല്ല, അവർ പറച്ചിലേ ഉള്ളൂ, ഹൃദയത്തിൽ അലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യുഖാദിഊനല്ലാഹ വല്ലദീന ആമനൂ. അല്ലാഹുവിനെയും മുഅ്മിനീങ്ങളെയും അവർ വഞ്ചിച്ചു കൊണ്ടിരിക്കാണ്. യഥാർത്ഥത്തിൽ റബ്ബിനെ വഞ്ചിക്കാൻ പറ്റൂല. അല്ലാഹു ആവട്ടെ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. അവരുടെ വഞ്ചനയിൽ പെടാനുള്ള ആളാ അല്ലാഹ്. യഥാർത്ഥത്തിൽ ആ വഞ്ചന അവർക്ക് തന്നെ വരാനുള്ളത്, അവർക്കതെ പറ്റി അറിയില്ല. അങ്ങനെ മുനാഫിഖുകളെ കുറിച്ച് 20 കൂടിയ ആയത്തുകൾ ഇത് തന്നെയാ പറഞ്ഞിട്ടുള്ളത്. അപ്പോ കപടവിശ്വാസം എന്നത് ഹൃദയത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്താത്ത വിശ്വാസമാണ് കപടവിശ്വാസം. കപടവിശ്വാസി എവിടെയെന്നറിയുമോ? ഖുർആൻ പറയുന്നു ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനൻ നാർ വലൗ തജിദ ലഹും നസീറാ. സൂറത്തുൻ നിസാ. നബിയെ, മുനാഫിഖീങ്ങൾ എവിടെയാണെന്നറിയുമോ? നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ് മുനാഫിഖ് ചെന്ന് ചേരാ. അവിടെ ചെന്നാൽ അവർക്ക് പിന്നെ ഒരു സഹായവും ഇല്ല നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ. നരകത്തിലാണെങ്കിൽ പോലും ചില നരകവാസികൾക്ക് സ്വർഗത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും. അപ്പൊ ഒരു ആശ്വാസ. സ്വർഗത്തിന്റെ പാട്ടുകൾ കേൾക്കാൻ പറ്റും. നരകത്തിലാണെങ്കിൽ പോലും സ്വർഗത്തിന്റെ വാസന ചില നരകാവകാശിക്ക് കിട്ടാം. ചേർന്ന് കിടക്കുന്നവർക്ക് അങ്ങനെയുണ്ട്. നരകത്തിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിടല്ല, സ്വർഗത്തോട് അടുത്തെടുക്കുന്ന ഭാഗമുണ്ടോ? അവിടെയും എത്തുന്ന നരകവാസികളിലെ ഭാഗ്യവാന്മാരുണ്ടാവും. ചിലരുണ്ടാവും നരകത്തിലേക്ക് പോകാനുള്ളതുമില്ല, സ്വർഗത്തിലേക്ക് പോകാനുള്ളതില്ല. അതിന്റെ ഇടയിലൊരു മതിലുണ്ട്, അതിന്റെ മുകളിലാണ്. അവരുടെ പേര് അസ്ഹാബുൽ അഅറാഫ് എന്നാണ്. സൂറത്തുൽ അഅറാഫ് അവരെ കുറിച്ച് പറഞ്ഞതാ. അവരിങ്ങനെ നോക്കുമ്പോ സ്വർഗത്തിലെ ആളുകളൊക്കെ ഇങ്ങനെ പോണ കാണുമ്പോ അവര് പറയും ഞങ്ങളെ ഓർമ്മയുണ്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുന്ന. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അങ്ങനെയാ. അപ്പൊ അത്രത്തോളം നരകാവകാശികളെയും സ്വർഗാവകാശികളെയും അള്ളാഹു എത്തിക്കുമ്പോ എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടാൻ സാധ്യതയുള്ള നരകാവകാശി പോലുമല്ല മുനാഫിഖ്. അവൻ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. സ്വർഗത്തെയും നരകത്തെയും അള്ളാഹു സൃഷ്ടിച്ചപ്പോ നരകത്തിന്റെ ഏറ്റവും കടുപ്പമേറിയ ഇന്ധനമാക്കിയത് കപടവിശ്വാസിയെയാണ്, മുനാഫിഖിനെയാണ്. കളവ് പറഞ്ഞാൽ മുനാഫിഖാവാൻ സാധ്യതയുണ്ട്. വാക്ക് പാലിക്കാത്തവനായാൽ മുനാഫിഖാവാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വർത്തമാനത്തിന്റെ വഞ്ചന മുനാഫിഖാവാൻ സാധ്യതയുണ്ട്. മുനാഫിഖിന്റെ ചില അടയാളങ്ങൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മുനാഫിഖാണോ? എങ്ങനെ അവൻ മുനാഫിഖായി? അവന്റെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്തതിന്റെ പേരിൽ അവൻ മുനാഫിഖായത്. മനസ്സിൽ തട്ടിയ വിശ്വാസമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിൽ തട്ടിയ വിശ്വാസമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അത് ഹൃദയത്തിലുണ്ടെങ്കിൽ അല്ലാഹുവേ നീ തരണേ തമ്പുരാനെ. ഒരു സംഭവം പറയാം. ഇസ്രായേലി സമൂഹത്തില് മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ഇബാദത്തുള്ളത് അയാൾക്കായിരുന്നു. അബ്ദുന്നാസാണ് അയാൾ. മഹാനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജനങ്ങളിൽ കൂടുതൽ ഇബാദത്തുള്ള ഒരു മഹാൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. നല്ല ഇബാദത്താണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇബാദത്ത് മൂപ്പർക്കാണ്. അതേ കാലഘട്ടത്തിൽ തന്നെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തെമ്മാടിയും ജീവിച്ചിരുന്നു. രണ്ടുപേരും ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു. അങ്ങനെ ഇരിക്കെ ഇബാദത്ത് കൂടുതലുള്ള ആള് മരണപ്പെട്ടു. അപ്പൊ മൂസ നബിക്ക് അള്ളാഹു നിർദ്ദേശം കൊടുത്തു, മൂസ നബിയെ, ആ ഇബാദത്ത് കൂടുതലുള്ള ആള് മരിച്ചല്ലോ, അയാള് നരകത്തിലാണ് മൂസ നബിയെ. കുറച്ച് നേരം കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ, ജനങ്ങളെ ഏറ്റവും വലിയ തെമ്മാടിയും ആ കാലഘട്ടത്തിലെ ജീവിച്ചിരുന്ന അയാളും മരിച്ചു. മൂസ നബിക്ക് അള്ളാഹു നിർദ്ദേശം കൊടുത്തു, നബിയെ, ജനങ്ങളിലെ ഏറ്റവും വൃത്തികെട്ടവനെന്നെല്ലാരും പറഞ്ഞവനുണ്ടല്ലോ, അവൻ സ്വർഗത്തിലാണ് നബിയേ. അള്ളാഹുവോട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു ചോദിക്കുകയാണ്, പടച്ചോൻ ഇതെന്തൊരു മറിമായം, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇബാദത്തുള്ളവൻ മരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് നീ തന്ന വിവരം അയാൾ നരകത്തിലാണ് എന്ന്, ജനങ്ങളിലെ ഏറ്റവും വലിയ തമ്മാടി മരിച്ചപ്പോ നീ എനിക്ക് തന്ന വിവരം അയാള് സ്വർഗത്തിലാണെന്ന്, ഇത് എന്ത് മറിമായം തമ്പുരാനെ. സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് ചോദിച്ചു. അപ്പോഴുണ്ട് അള്ളാഹു പറഞ്ഞു, അവരുടെ കുടുംബത്തിൽ ചെന്ന് അന്വേഷിച്ചു നോക്ക്, ഇവരുടെ സ്വഭാവത്തിന്റെ മാറ്റങ്ങൾ കാണാം. അങ്ങനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആബിദായ മഹാന്റെ വീട്ടിലേക്ക് വന്നു. അയാള് നരകത്തിലാണെന്നാ പറഞ്ഞത്. എന്നിട്ട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചു, മാ കാന അമലു, ഇദ്ദേഹത്തിന്റെ അമൽ എന്തൊക്കെയാണ്, ഇയാളുടെ ജീവിത ശൈലി എങ്ങനെയായിരുന്നു, ഇയാളുടെ രീതികൾ എങ്ങനെയായിരുന്നു. ആ പെണ്ണ് പറഞ്ഞു, കാന മിൻ അഅബദിന്നാസ് വമാ യുഖ്ഫാ അലൈക്കും, അയാൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇബാദത്തുള്ള ആളാ, അതിനപ്പുറത്തേക്ക് സ്വകാര്യമായ ഒന്നും അയാൾക്ക് ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മുപ്പര ഇബാദത്തുള്ള ആളാ. പക്ഷെ ഉള്ളിലുണ്ടല്ലോ, മൂസ നബിയുടെ ഉള്ളിലുണ്ടല്ലോ ഇയാൾ എവിടെയാണെന്ന്, നരകത്തിലാണെന്ന് അള്ളാഹു വിവരം കൊടുത്ത പെണ്ണിനോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ മൂസ നബി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, വമാ കാന അമലുഹു അയ്ള, അത്രേ ഉള്ളൂ, അയാൾ ഏറ്റവും കൂടുതൽ ഇബാദത്തുള്ള മഹാനാണെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, അല്ല, ഒരു ചെറിയ കാര്യവും കൂടിയുണ്ട്, ഒരു ചെറിയ ന്യൂനത. എന്താണെന്ന് മൂസ നബി ചോദിച്ചു. ആ പെണ്ണ് പറയാണ്, ഞങ്ങൾ രണ്ടുപേരും വിരിപ്പിലേക്ക് എത്തുമ്പോ, ബെഡ്റൂമിൽ ഭാര്യയും ഭർത്താവുമാണല്ലോ, ഏറ്റവും അവസാന സമയം കിടക്കാൻ നേരം ഇയാള് പറയാറുണ്ട് എല്ലാ ദിവസവും, തൂബാലനാ ഇൻ കാന മാ ജാഅ ബിഹി മുസാഹഖാ, മൂസാ നബി കൊണ്ടുവന്ന ദീന് ഹക്കാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പെണ്ണേ എന്ന് പറയും കിടക്കാൻ നേരമാകുമ്പോ. നേരം വെളുത്ത് രാത്രി ആവണ വരെ മുഴുവനും ഇബാദത്തും, പാതിരാക്കും എണീറ്റ് ഇബാദത്ത്, കിടക്കാൻ നേരം ഒറ്റ വർത്താനുള്ള എന്ത്, മൂസാ നബി ഇങ്ങനെയൊക്കെ ഇബാദത്ത് ചെയ്തിട്ട് ഈ മൂസാ നബി കൊണ്ടുവന്നത് സത്യമാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ, അടിപോക്ക, ഇങ്ങനെയും പറഞ്ഞുകൊണ്ടാ കിടക്കപ്പായിലേക്ക് വരാം മൂപ്പര്. അങ്ങനെ ചെറിയൊരു പ്രശ്നമുള്ളൂ, ഒരു 10,000 അസ്തഗ്ഫിറുള്ളാഹ് പറയണ്ട ഒരു പക്ഷെ. ഈ ഒറ്റ പ്രശ്നമേ ഉള്ളൂ മൂസാ നബി, ബാക്കി എല്ലാം കൊണ്ട് മൂപ്പര് ക്ലിയർ ആണെന്ന് ഭാര്യ പറഞ്ഞു. ഇനി വേറെ അന്വേഷിക്കാനില്ല. ഇതിനാണ് കപട വിശ്വാസം എന്ന് പറയാം. മൂസാ നബി കൊണ്ടുവന്ന സത്യമാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. തോന്നോ അങ്ങനെ നമുക്ക് അള്ളാഹു തോന്നിക്കാതിരിക്കട്ടെ. അല്ല ഇബ്ലീസ് അതിലേക്ക് മാറുമ്പോ ഒരു പക്ഷെ നമുക്ക് തോന്നിച്ച പെട്ടുപോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിൽ കയറണം. എന്റെ അല്ലാ, എന്റെ തമ്പുരാൻ അല്ലാഹുവേ, ഹബീബിനോടുള്ള സ്നേഹം, ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒറിജിനലായി നിൽക്കണം, അല്ലാതെ അത് ഡ്യൂപ്ലിക്കേറ്റ് ആവരുത്. ഇനി കേട്ടോളൂ, ജനങ്ങളിലെ ഏറ്റവും വലിയ തെമ്മാടിയും മരിച്ചിട്ടുണ്ടല്ലോ, അയാള് സ്വർഗത്തിലാണെന്നല്ലേ വിവരം കൊടുത്തിട്ടുള്ളത്. മൂസാ അലൈഹിസ്സലാം അയാളുടെ ഭാര്യയെ കാണാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ചോദിച്ചു, ജനങ്ങളിൽ ഏറ്റവും വലിയ തെമ്മാടി മരിച്ചു എന്ന വാർത്തയൊക്കെ കേട്ടല്ലോ എല്ലാവരും, ഞാനും കേട്ടതാണ്.
അല്ല മൂപ്പര് മരിച്ചു. മൂപ്പര് പ്രത്യേകത എന്താ? ഭാര്യ പറഞ്ഞു, എല്ലാരും പറയണ പോലെ തന്നെ ഇവരെ പ്രത്യേകിച്ച് ഒളിച്ചു വെക്കാനൊന്നുമില്ല. മൂപ്പര് ഏറ്റവും വലിയ തെമ്മാടിയും ഈ നാട്ടിലെ ഗുണ്ടയായിരുന്നു, ഇവിടുത്തെ ഏറ്റവും വലിയ പോക്കരിയായിരുന്നു. അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് അറിയാത്ത ഒന്നുമില്ല, ആ കാണുന്നവരൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞു. വമാ യുഖ്ഫാ അലൈക്കും, ഇതിനപ്പുറത്തേക്ക് ഒരു സ്വകാര്യമായിട്ടൊന്നുമില്ല. അയാൾ ആ കാണുന്ന പോലെ തന്നെയാണ്. അയാൾ വീട്ടിലും പുറത്തും അകത്തൊക്കെ ഒരുപോലെയാ. അയാൾ തെമ്മാടിയാണ്. ഉള്ളിന്റെ ഉള്ളിലുണ്ടല്ലോ സ്വർഗാവകാശിയാണെന്ന് അള്ളാഹ് അറിയിച്ച വിവരം മൂസാ നബിക്ക് ആകാംക്ഷയായി. പെണ്ണിനോട് ചോദിച്ചു, തെമ്മാടിയുടെ ഭാര്യയോട് ചോദിച്ചു, സ്വകാര്യമായി ഒന്നുമില്ല, എന്നാലും ഒന്ന് ആലോചിച്ചു നോക്കണേ. അപ്പൊ പെണ്ണ് പറഞ്ഞു, ഒരു നിമിഷം നിൽക്കണേ, ഒരു നിമിഷം നിൽക്ക്, ഞാൻ പറയാം. ഇദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ട്. ഇദ്ദേഹം എത്ര വലിയ തെമ്മാടിയാണെങ്കിലും എത്ര വലിയ തെറ്റ് ചെയ്താലും രാത്രി കിടക്കാൻ നേരാകുമ്പോ ഞങ്ങൾ രണ്ടാളും മാത്രം ബെഡ്റൂമിലാകുന്ന ഏറ്റവും അവസാന സമയത്ത്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലൈറ്റ് അടയ്ക്കുന്ന, ഉറങ്ങാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പും നടത്തുന്നതിന്റെ ഏറ്റവും ലാസ്റ്റ് ടൈമില് പുള്ളിക്കാരൻ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽഹംദുലില്ലാഹ് അലാ മാ ജാഅ ബിഹി മൂസാ അലൈഹിസ്സലാം. അങ്ങനെ പറയും. എന്താ അതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാൾ ഉറങ്ങാൻ നേരം പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നിന്റെ ഏകത്വത്തെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അല്ലാഹ്, എനിക്ക് നന്നായി ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ മനസ്സിൽ ഉറപ്പുണ്ട് നീ മാത്രമാണ് ആരാധ്യൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യമാണെന്ന് എന്റെ മനസ്സിൽ എനിക്ക് ഉറപ്പുണ്ട്. പടച്ച റബ്ബേ അൽഹംദുലില്ലാഹ്, നിനക്ക് ഞാൻ സ്തുതി പറയുന്നു. ഈ തെമ്മാടി സ്തുതി പറയുന്നത് എന്തിനാണെന്നറിയുമോ? അലാമാ ജാഅ ബിഹി മൂസാ അലൈഹിസ്സലാം, മൂസാ നബി കൊണ്ടുവന്ന ഈ ദീന് സത്യമാണ് എന്നതിൽ. റബ്ബേ, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞല്ലോ. ആ മഹാൻ കൊണ്ടുവന്ന സത്യമായ ദീനിനോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. അതനുസരിച്ച് ജീവിക്കാൻ പറ്റിയില്ലേൽ പോലും ആ ദീനുള്ള കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞല്ലോ, അതെനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. അൽഹംദുലില്ലാഹ്. ഇത് പറയുന്ന ആളുടെ ആ ഒരു തരി ഈമാൻ അല്ലാഹു പരിഗണിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു പരിഗണിച്ചു. അത് ഹൃദയത്തിന്റെ ഭാഷയാണ്. ആ പെണ്ണത് പറയലോടുകൂടെ മൂസാ നബി സന്തോഷിച്ചു. അയാൾ സ്വർഗത്തിലായിരുന്നു എന്ന് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാമിന് അല്ലാഹു വിവരം കൊടുത്തു. അപ്പൊ അതാ പറഞ്ഞത്, കപട വിശ്വാസിയുടെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാ, പടച്ചോനെ മറക്കും. ഇപ്പൊ ഇന്നൊരു ദിവസം എങ്ങനെ ആയെന്ന് വെച്ചാൽ നമ്മള് നരകത്തിലൊന്നും പോവില്ലല്ലോ. അള്ളാഹ്ക്കറിയാം നമ്മുടെ പ്രയാസം. അതുകൊണ്ട് ഇത്തിരി പലിശക്കെടുത്താലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സ് നിർബന്ധിക്കുന്നത് ഹൃദയത്തിൽ വേണ്ട പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തിയിട്ടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുടെ വലിപ്പം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ മനസ്സിന്ന് വരണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മളിങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ എല്ലാ അരികും മൂലയും ഹൃദയത്തിൽ തട്ടിയിട്ട് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ഉച്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. എന്താ അതിന്റെ വലിപ്പം? ചെറിയ വലിപ്പമൊന്നുമല്ല. മഹാനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ചോദിക്കുന്നുണ്ട്. ഫറോവയെ വെള്ളത്തിൽ മുക്കി കൊന്നു. ഫറോവ ചെങ്കടലിൽ മുങ്ങി മരിച്ചു. മൂസാ നബി രക്ഷപ്പെട്ടു. അള്ളാഹുവോട് ചോദിക്കുന്നുണ്ട്. പിന്നെയുള്ള കാലഘട്ടത്തിൽ മൂസാ നബി, പിന്നീട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ മൂസാ നബി അള്ളാഹുവോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ ദുല്ലനി അലാ അമലിൻ അമലുഹു യകൂനു ശുക്റൻ ലിമാ അൻഅംത അലയ്യ. അല്ലാഹുവേ, ഇസ്രായേലി സമൂഹത്തെ രക്ഷപ്പെടുത്തി എനിക്ക് ഇസ്ലാമിന്റെ സഞ്ചാരത്തിൽ മുന്നോട്ട് പോവാൻ കഴിഞ്ഞു. ഫറോവയുടെ ശല്യങ്ങൾ എന്നേക്കുമായി നീ ഇല്ലാതാക്കിയുള്ള തമ്പുരാനെ, അല്ലാഹുവേ എനിക്ക് നന്ദിയുണ്ട്. അല്ലാഹ്, നിന്നോട് എനിക്ക് നന്ദി ചെയ്യണം. അതുകൊണ്ട് എനിക്കത് ഓർമ്മ മനസ്സിന്നങ്ങ് മായുന്നില്ല. ഫറോവയെ നീ നശിപ്പിച്ചതും ഇസ്രായേലികളെ അത്ഭുതകരമായി കടൽ പിളർത്തി നീ രക്ഷപ്പെടുത്തിയതും മറക്കാവതല്ല അല്ലാഹ്. ഓർക്കുമ്പോ എന്ത് സന്തോഷം. നിനക്ക് ശുക്ർ ചെയ്യണം തമ്പുരാനെ. അല്ലാഹുവേ, എനിക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? നമ്മളുണ്ട് ചില ആൾക്കാരുണ്ടല്ലോ, ഒരു വയറുവേദന വരുമ്പോ അല്ലെങ്കിൽ എന്ത് വേറെ എന്തെങ്കിലും പ്രയാസം, ഉസ്താദ് ചൊല്ലാൻ എന്തെങ്കിലും ഉണ്ടോ? താട്ടെ എന്ന് പറയും. ചൊല്ലാൻ താട്ടെ, ചൊല്ലാൻ തന്നൊക്കെ റെഡി ആവുതാ. ചൊല്ലാൻ തന്ന ചൊല്ലണ്ടല്ലോ, ചൊല്ലിക്കഴിഞ്ഞാൽ ശരിയാവും. മൂസാ നബി ചോദിച്ചു, പടച്ചോനെ
അല്ലാഹുവേ എനിക്ക് സന്തോഷം തോന്നുന്നു, നിനക്ക് ശുക്ർ ചെയ്യാൻ എനിക്ക് തോന്നുമ്പോ ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ട് ശുക്രിന്റെ ഗണത്തിൽപ്പെടാൻ പറ്റിയ എന്തെങ്കിലും ദിക്റുകളോ വചനങ്ങളോ ഉണ്ടോ അല്ലാ? മൂസാ നബിയോട് അല്ലാഹ് പറഞ്ഞു, ഉണ്ട്. ഫറോവയിൽ നിന്നും രക്ഷപ്പെട്ടു, ദീനിന്റെ പ്രചരണത്തിൽ വലിയ നാഴികക്കല്ല് പിറന്ന് ഇസ്രായേലി സമൂഹത്തെ മുഴുവനും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അങ്ങനെ അങ്ങ് വലിയ ദൗത്യത്തിലെത്തിയല്ലോ, സന്തോഷിക്ക. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടി അങ്ങനെ സന്തോഷം തോന്നുമ്പോ അങ്ങ് ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട് മൂസാ നബിയെ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാ മൂസാ നബിയെ എന്ന് അള്ളാഹു വിവരം കൊടുത്തു. അപ്പണ്ട് മൂസാ നബി പറഞ്ഞു, അല്ലാഹുവേ വകാന മൂസ യത്ലബു സിയാദ. ഇതിപ്പോ എല്ലാവർക്കും അറിയാവുന്നല്ലേ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല ഞാൻ ചോദിച്ചത്, മിനിമം ഒരു അൽ ബഖറ ഓതാനുള്ള വലിപ്പത്തിലുള്ള ദിക്റെങ്കിലും കിട്ടണം. ഇത്രയും ചെറുത് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ വെറുതെ നടക്കുന്ന ആളും ചൊല്ലുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിപ്പോ ഞാനും തൊട്ടിയല്ലാണത്. അല്ലാഹുവേ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് എല്ലാരും ചൊല്ലുന്നതല്ലേ, യത്ലബു സിയാദ ഇതല്ല, ഇതിനപ്പുറം വേറെ വല്ലതും ചൊല്ലിയാൽ മതിയായിരുന്നു. വേറെ വല്ലതുണ്ടോ അല്ലാ? സയ്യിദുനാ മൂസാ അലൈഹിസ്സലാമിന്റെ ചോദ്യം അല്ലാഹു അത്ര അങ്ങ് രസത്തോടെ കൂടെയല്ല പ്രതികരിച്ചത്. അല്ലാഹു പറഞ്ഞു, യാ മൂസാ ലൗ വുദിഅത് സബ്ഉ സമാവാതിൻ വസബ്ഉ അറാദീൻ ഫീ കഫത്തിൽ മീസാൻ. ഒരു തുലാസിന്റെ ഒരു തട്ടിൽ 7 ആകാശങ്ങളും ഭൂമിയുടെ 7 മടങ്ങ് തട്ടുകളും കൊണ്ടുവന്നു വെച്ചു. കാലിത്തട്ടിൽ ഒറ്റക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ചാൽ ലാ റുജിഹ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ നബിയെ തൂക്കം കൂടുതലെന്ന് അല്ലാഹുവിന്റെ പ്രതികരണമേ. ഔ കമാ ഖാല റസൂലുള്ളാഹി. അവ ചെറുതായിട്ടൊന്നും കാണണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് വലിയ വലിപ്പമുള്ള ദിക്റാണ്. പക്ഷേ അത് ചൊല്ലുമ്പോ ഞാൻ പറഞ്ഞല്ലോ 10 ചൊല്ലിയാൽ മതി, 10,000 ഒന്നും ചൊല്ലണ്ട. ആ 10 കറ കളഞ്ഞ് ചൊല്ലണം. നല്ല ശ്രദ്ധയിലിരുന്ന് ഒളുവൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. നല്ല റാഹത്തില് ശരീരത്തിന് ശുദ്ധിയുള്ള അവസരം സഹോദരിമാർ നല്ല റാഹത്തോടുകൂടി ഒരു ഒളുവോടുകൂടി അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ശരീരത്തിന് ശുദ്ധിയില്ല, വലിയ ശുദ്ധിയുടെ സമയമാണെങ്കിൽ ഒളു എടുക്കണ്ട, ഒളു ഇല്ലാതെ ചൊല്ലിയാൽ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ മനസ്സിൽ തട്ടി അങ്ങ് ചൊല്ലിയാൽ കെൻസുൽ ഉമ്മാലിൽ ഹദീസ് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ പറയാറുണ്ടായിരുന്നു, എപ്പോഴും അവർ പറയുമായിരുന്നു, ഹൃദയത്തിൽ തട്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീട്ടി ഒരാൾ ചൊല്ലിയാൽ, ഹൃദയത്തിൽ തട്ടിയിട്ട് നീട്ടി ചൊല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനൊരു താളമുണ്ട്. അതങ്ങനെ ഈ ലോട്ടറിക്കാര് സംസാരിക്കുന്ന പോലെ അങ്ങനെയല്ല. അത് നല്ല താളത്തില് നീട്ടി നല്ല ഈണത്തില് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ഹൃദയത്തിൽ തട്ടി ഇങ്ങനെ കണ്ണടച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ചൊല്ലിയാ. പറഞ്ഞിരുന്നു ഞാൻ മുമ്പ്, ചൊല്ലുമ്പോ മനസ്സിലേക്ക് നമുക്ക് അല്ലാഹ് ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ ഓർക്കാൻ പറ്റുന്നത് പരമാവധി ഓർക്ക. അള്ളാഹു തന്ന ആശ്വാസങ്ങളും സന്തോഷങ്ങളും ഓർക്ക. അള്ളാഹുവിന്റെ അദാബിനോടുള്ള ഭയപ്പാട് കൊണ്ട് പതുക്കെ ഒന്ന് കണ്ണ് നനയ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വഹാബികൾ പറയുമായിരുന്നു, അങ്ങനെ ഹൃദയത്തിൽ തട്ടി നീട്ടി നല്ല താളത്തിൽ ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുമ്പോ കഫറല്ലാഹു അൻഹു 4000 ദംബിൻ മിനൽ കബായിരി. 4000 പാപങ്ങൾ, വലിയ പാപങ്ങൾ അല്ലാഹു അവന് ഈ ദിക്ർ ചൊല്ലുന്ന നേരത്ത് പൊറുക്കുമത്രേ. സ്വഹാബികൾ ഹബീബിൽ നിന്നും പഠിച്ച വിവരമാണിത്. 4000 വലിയ പാപങ്ങൾ പൊറുക്കും. ശരാശരി ഒരു മനുഷ്യൻ ഒരു വലിയ പാപം ചെയ്താ അത് പൊറുക്കാൻ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് കഴിയാണ്. അപ്പോഴ് സംശയം ഇവിടെ ഉണ്ട്. പ്രമുഖനായ സ്വഹാബി ഇതിങ്ങനെ പറഞ്ഞപ്പോ കേട്ടിരുന്ന ഒരാൾ ചോദിച്ചു, ഇല്ലം യകുല്ലഹു 4000 ദംബ്,
ഇങ്ങനെ ദിക്റ് ഒരുപാട് ചൊല്ലുന്നവരാ ഞങ്ങളൊക്കെ. ഓരോ ദിക്റും ചൊല്ലുമ്പോ 4000 പാപം പൊറുക്കാണെങ്കിൽ അതും വലിയ പാപങ്ങളാ പൊറുക്കണത്. ഞങ്ങൾക്ക് അങ്ങനെ വലിയ പാപങ്ങളൊന്നുമില്ല. അപ്പോ വലിയ പാപങ്ങൾ 4000 എണ്ണം ഒരാൾക്ക് ഇല്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോ ആ സ്വഹാബി പ്രമുഖൻ പറഞ്ഞു, എന്നാൽ യുഗ്ഫറു മിൻ ദുനൂബി അഹ്ലിഹി വ ജീറാനിഹി, ഇവന്റെ പാപം എന്തായാലും പുറത്തു, ബാലൻസ് കൊണ്ട് അവന്റെ കുടുംബത്തിന്റെയും അയൽവാസികളുടെയും നാട്ടുകാരുടെയും അവനോട് സ്നേഹം പുലർത്തി അവന് തൃപ്തിയുള്ള നല്ലവരായ ആളുകളുടെ പാപം പോലും പൊറുക്കാം. അത്രത്തോളം ശക്തിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കൻസുൽ ഉമ്മാലിലെ ഹദീസ് കാണാം. ജീവിതത്തിൽ വേണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ പറയട്ടെ, മൃഗത്തെ അറുക്കാൻ നേരം ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞിട്ട് ബിസ്മി ചൊല്ലിയിട്ടാണ്, സ്വലാത്ത് ചൊല്ലിയിട്ടാണ് മൃഗത്തെ അറുക്കുക. എന്താ അതിന്റെ കാര്യം? അതിന് കാര്യമുണ്ട്. അതിന്റെ കാര്യം ഈ ബിസ്മിയുടെ ശബ്ദം കേൾക്കുമ്പോ, സ്വലാത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ ആ മൃഗത്തിന് മധുരം കൊടുത്ത് അറുക്കുമ്പോൾ മൃഗത്തിന് വേദനയില്ല. അതാ മൃഗത്തോട് കരുണ ചെയ്യലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു ജീവൻ ശരീരത്തിൽ നിന്നും വിട്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന ഞെരിപിരിയും വേദനയും സ്വലാത്തിന്റെ മന്ത്രം കൊണ്ട്, മധുരം കൊണ്ട്, ബിസ്മില്ലാഹിയുടെ മധുരം കൊണ്ട് ഒരു മൃഗത്തിനെ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞോടത്ത് നിന്ന് നമ്മൾ ചിന്തിക്കൂ. മരിക്കാൻ നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന ആൾക്ക് മധുരം കിട്ടിക്കഴിഞ്ഞു. ഇനി അവന് വേദന ഉണ്ടോ? ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനം ചൊല്ലി മരിക്കുന്ന ഭാഗ്യം അല്ലാഹ് തരട്ടെ. അങ്ങനെ ചൊല്ലി മരിക്കാൻ കഴിയുന്ന ഭാഗ്യമുള്ളവരെ, നിങ്ങൾക്ക് കിട്ടിയ മധുരം എന്തെന്നറിയുമോ? മരണവേദന അറിയുന്നില്ല. സ്വർഗം കാണാൻ പറ്റുന്നവനാ നീ. അതുകൊണ്ടാ നിനക്ക് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിഞ്ഞത്. മരിക്കാൻ നേരം നീ സ്വർഗം കാണാൻ പറ്റുന്ന ആളാ. സ്വർഗം ഇങ്ങനെ കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റുന്ന, സ്വർഗം കണ്ട് മരിക്കാൻ പറ്റുന്ന ആക്കാ. അപ്പൊ വേദന ഉണ്ടോ? ഇല്ല. അപ്പൊ വേദനയില്ല. അപ്പ വേദനയില്ല. ഒരു കുഞ്ഞ് നടന്നുപോയി വീണു, നല്ല കരച്ചില്, അപ്പോഴുണ്ട് വേദന എടുത്താണല്ലോ കരഞ്ഞത്. അതിന്റെ ഉമ്മ കുഞ്ഞിനെടുത്തു, എന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി, മോനെ അത് കണ്ടോ, ഇത് കണ്ടോ, ഹാ ഹാ എന്നൊക്കെ കൽപ്പിച്ചു കഴിയുമ്പോ കുട്ടി അതിങ്ങനെ കാണുമ്പോ ഇത് കാണുമ്പോ അപ്പോഴാണ് ഒരു വിമാനം ഇങ്ങനെ പോണത്. ഇതേ വിമാനം പോണെന്ന് കാണിക്കുമ്പോ ഒരു പക്ഷേ ആ കാഴ്ചയിലെത്തുമ്പോ കുട്ടി വേദന മറക്കും, പിന്നെ ഉമ്മാന്റെ കൂടെ സംസാരിക്കും, കരച്ചിൽ നിർത്തും. എന്തുകൊണ്ട്? ആ കാഴ്ച വേദന മറപ്പിച്ചു കളഞ്ഞു. പ്രസവിച്ചു, ജീവൻ പോകുന്ന വേദനയായിരുന്നു, മരണത്തോടടുത്ത വേദന. ആ വേദന പെണ്ണ് മറന്നു. നേരം വെളുത്ത അതിനെപ്പറ്റി പറഞ്ഞോളണമെന്നില്ല. ആ കുഞ്ഞിനെ കണ്ടു. കാഴ്ച പലപ്പോഴും വേദന മറച്ചു കളയും. വേദന മറച്ചു കളയുന്ന കാഴ്ചയാണ് സ്വർഗത്തിന്റെ കാഴ്ച. അത് കാണുന്ന ആൾക്ക് വേദനയില്ല. അപ്പോഴുണ്ട് ഒരു ഹദീസ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ്. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. അൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാൾ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാണ് മരിക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്തിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗം കണ്ടാവൻ മരിച്ചത്, മരിച്ച ശേഷം അവൻ സ്വർഗത്തിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനം ചൊല്ലി മരിക്കുന്ന സ്വർഗാവകാശി. സ്വർഗം കണ്ടു മരിച്ചവൻ അവൻ സ്വർഗത്തിലേക്കുള്ളവൻ. ഈ ഹദീസ് മരണവേദന ഇല്ലെന്ന് സൂചിപ്പിക്കുമ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട പ്രമുഖനായ ഒരു വലിയന് എന്തുകൊണ്ടാ മരണനേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന ആൾക്ക് വേദന ഇല്ലാതെ പോവാ? അങ്ങനുണ്ടോ? ഒരു സംശയം തോന്നി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നവന് മരണവേദന ഇല്ലല്ലോ. റസൂലുള്ളാഹി പഠിപ്പിച്ചതല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി തങ്ങള് അദ്ദേഹത്തിന്റെ അൽ ഗുനിയത്തു ലി ത്വാലിബി ത്വരീഖുൽ ഹഖ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു, റസൂലുള്ളാഹി പഠിപ്പിച്ചതാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, മരണവേദന ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന ആൾക്ക് ഇങ്ങനെ വെണ്ണയിലൂടെ നൂല് വലിക്കുന്ന പോലെ മെല്ലെ മെല്ലെ ഉള്ള വേദന അതവൻ അറിയാതെ പോകുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? മരണവേദന അറിയാതെ പോകോ?
അങ്ങനെയൊക്കെ സാധിക്കോ? അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാപണ്ഡിതന് ഇതൊരു സംശയമായി. എന്ത് ചെയ്തു? അദ്ദേഹം തീരുമാനിച്ചു, ഹദീസ് പറഞ്ഞത് ഹബീബല്ലേ, ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. എങ്ങനെ ചോദിക്കും? റസൂലുള്ളാഹിയുടെ പേരിൽ ഫാത്തിഹ ഓതി കടന്നു കാണും. ആ രാത്രിയിൽ സ്വപ്നത്തിൽ ഹബീബിനെ കാണാൻ ആ മഹാനായ വലിയന് അള്ളാഹു ഭാഗ്യം കൊടുത്തു. ഇന്ന് രാത്രി റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിൽ വന്നാൽ ചോദിക്കുമെന്ന വലിയ തീരുമാനിച്ചു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്വപ്നം കണ്ടു. ആ രാത്രിയിൽ തന്നെ സംശയ നിവാരണത്തിന് വേണ്ടിയിട്ട് സ്വപ്നത്തിൽ അതാ സയ്യിദുനാ റസൂലുള്ളാഹി, എന്റെ വക പറയല്ല, ഉന്യയിൽ കൃത്യമായ ഇബാറത്തിന്റെ ഞാൻ കണ്ടിട്ട് പറയുന്നതാണ്. അങ്ങനെ സ്വപ്നത്തിൽ ഹബീബിനോട് ചോദിച്ചു, അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മഹാഭാഗ്യം കിട്ടിയ സ്വർഗാവകാശിക്ക് മരണവേദനയില്ലെന്ന്. എങ്ങനെ നബിയെ ഇത് സാധ്യമാകുന്നത്? ആ വേദന അറിയാത്ത ശരീരമോ? പുന്നാര നബി തങ്ങൾ മഹാനായ പണ്ഡിതനോട് വലിയനോട് പറഞ്ഞു, മോനെ ഉൻദുർ ഇലാ സൂറത്ത് യൂസുഫ് പോയി നോതി നോക്ക്, അവിടെ ഉണ്ട് അതിനുള്ള പരിഹാരം. നീ ചോദിച്ചതിനുള്ള ഉത്തരം സൂറത്ത് യൂസുഫിലുണ്ട്. മഹാനായ വലിയ എഴുന്നേറ്റു, പരിശുദ്ധ ഖുർആൻ ഒളുഓടുകൂടെ വന്നെടുത്തു, അങ്ങ് പാരായണം ചെയ്തു. സൂറത്ത് യൂസുഫ് ഇങ്ങനെ ഓതി വന്നു. സുലൈഖയുടെ കൊട്ടാരത്തിന്റെ വിശേഷങ്ങളാ സൂറത്ത് യൂസുഫിൽ കണ്ടത്. ആ സമയത്ത് യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ട് കൈവിരലുകൾ മുറിച്ച് ആപ്പിള് മുറിച്ച പെണ്ണുങ്ങളുടെ കഥയുണ്ടല്ലോ. കേവലം ഒരു മനുഷ്യന്റെ സൗന്ദര്യം കണ്ട് ആപ്പിളും മുറിഞ്ഞു, 5 വിരലും മുറിഞ്ഞു. പക്ഷേ പെണ്ണുങ്ങളത് അറിഞ്ഞിട്ടില്ല. ഒരു കാഴ്ച കൊണ്ട്, കണ്ണിന് കൊടുത്ത ഒരു കൺകുളിർമയുള്ള കാഴ്ച കൊണ്ട് വേദന അറിയാത്തതിനോട് താരതമ്യം ചെയ്തു. യൂസുഫ് നബി അല്ല, ഇപ്പൊ മരണത്തിന്റെ തൊട്ടടുത്ത വേദനയില്, മരണത്തിന്റെ ആ ഏറ്റവും വലിയ വേദനയില്, അവസാനത്തെ പെടച്ചലിൽ സ്വർഗം കാണുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോ ഒരു സംശയം ഉണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ആണല്ലോ ഷഹാദത്ത് കലിമ അല്ലേ? കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ലല്ലോ, മുഹമ്മദ് റസൂലുള്ളാഹി ഉണ്ട്. പക്ഷെ മരണനേരത്ത് മുഹമ്മദ് റസൂലുള്ളാഹി പറയണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞാൽ മതി. കാരണം മുഹമ്മദ് റസൂലുള്ളാഹി അവിടെ ഉണ്ട്. മുത്തുനബി അവസാനം കാണാം, അത് കണ്ടാ മതി, നീ പറയണ്ട. ആ കാണലോട് എത്തണം, അതുവരെ മുഹമ്മദ് റസൂലുള്ളാഹി പറയണം. മരിക്കാൻ നേരം പറയണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞാൽ മതി. കാരണം മുഹമ്മദ് റസൂലുള്ളാഹി പറയാതെ അവിടെ ഉണ്ട്. ആ കാഴ്ചയും കൂടി കാണാ. യൂസുഫ് നബിയെ കണ്ടിട്ട് കൈമുറിഞ്ഞ പെണ്ണുങ്ങൾക്ക് കൈമുറിഞ്ഞ വേദന അനുഭവം ഉണ്ടായില്ല എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുഹമ്മദ് നബിയുടെ മുഖം കണ്ട് സ്വർഗം കണ്ടുവരിക്കുന്ന ആൾക്ക് എങ്ങനെയാ ഇപ്പൊ മരണവേദന ഉണ്ടാവുക? അള്ളാഹു ആ ഭാഗ്യം തരട്ടെ, ആ ഭാഗ്യം അള്ളാഹു തരട്ടെ. അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ കൂടുതൽ ചൊല്ലണം, അപ്പോഴുണ്ട് മരണവേദന ഉണ്ടാവൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബിയെ കണ്ടു മരിക്കാൻ കഴിയും. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. പടച്ച റബ്ബേ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഒരുപാട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ള ഭാഗ്യം ഞങ്ങളുടെ നാവിന് തരണേ അല്ലാ. പടച്ച റബ്ബേ സ്വലാത്ത് ചൊല്ലാനുള്ള ഭാഗ്യം ഞങ്ങളുടെ നാവിന് തരണേ അല്ലാ. അവസാനം അതിലായി സ്വർഗം കണ്ട് മുത്തുനബിയെ കണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ.